എൻ്റെ പ്രിയ ജനങ്ങളുമായിട്ട് അല്പസമയം സംസാരിക്കുവാനും പ്രേക്ഷകരുമായിട്ടും മാതാപിതാക്കളായിട്ടും അല്പസമയം സംസാരിക്കാനും സർവശക്തനായ ദൈവം ഇടവരുത്താൻ ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊണ്ടു. ഇസ്രായേൽ ഇറാൻ യുദ്ധം മൂർച്ഛിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ലോകമാകമാനം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വിഷാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് കാണാൻ കഴിയും. എത്രയോ ജനങ്ങൾ ജീവൻ നഷ്ടപ്പെടുന്നു, എത്രയോ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഇല്ലാതാകുന്നു. അതെല്ലാം നമുക്ക് പറയാനുള്ളത് അത് ഭയങ്കരമാണ്. അത് എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നമുക്ക് വേറൊരു കാര്യം കാണുവാനുള്ളത്, മത പുരോഹിതന്മാർ, മതശ്രേഷ്ഠന്മാർ, സന്യാസിവീരന്മാർ, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പാമരന്മാർ, സകലമാന ആളുകളും യുദ്ധം കൊണ്ട് ഇത് ലോകത്തിൻ്റെ അവസാനമാണ്, മൂന്നാം ലോകയുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് എന്നൊക്കെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ കൂടിയും ദൃശ്യമാധ്യമങ്ങൾ കൂടിയും അല്ലാതെയും പ്രചരണങ്ങൾ നടത്തുന്നത് നാം കണ്ടിട്ടുണ്ട്. എനിക്കിതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസമായി തോന്നിയത്, ഒരു മഹാനായ ദൈവഭക്തൻ എന്ന് പറയുന്ന ഒരാൾ ലോകം അവസാനിക്കാൻ പോകുന്നു, മനുഷ്യജീവരാശി മുഴുവൻ നശിക്കാൻ പോകുന്നു എന്ന് പ്രസംഗിക്കുകയും ഉദ്ഘോഷിക്കുകയും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആ മഹൽ വ്യക്തി, ഞാൻ കുറ്റം പറയുകയല്ല, തൻ്റെ ബാങ്ക് ബാലൻസ് ഇപ്പോൾ കോടി രൂപയുടെ അടുത്ത് വന്നിരിക്കുന്നു എന്നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അതിലെ ഒരു പൈസയെങ്കിലും എടുത്ത് ലോകാവസാനം സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അന്ത്യകാലം അടുത്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഈ മഹൽ വ്യക്തി അതിൽ കുറച്ച് പൈസ എടുത്ത് പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്കുമോ? ഏതായാലും ലോകം അവസാനിക്കാൻ പോവുക, അതുകൊണ്ട് ഇതിൽ കുറച്ച് പൈസ, അതിന് പകുതി പൈസ അല്ലെങ്കിൽ കുറച്ച് പൈസ എടുത്ത് കഷ്ടം അനുഭവിക്കുകയും ദുഃഖം അനുഭവിക്കുകയും പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നവരെ സഹായിക്കുവാനായിട്ട് കൊടുക്കുമോ? കൊടുക്കത്തില്ല. പിന്നെയും ഇദ്ദേഹം പ്രസംഗിക്കുന്നു, ലോകം അവസാനിക്കാൻ പോവുകയാണ്, ഈ സ്ഥാപനം